ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ആദ്യവും അന്ത്യവും ഇല്ലാത്ത, എങ്ങും നിറഞ്ഞിരിക്കുന്ന, അതായത് സർവവ്യാപിയായ, സർവജ്ഞൻ, എല്ലാം അറിയുന്ന, സർവശക്തൻ, അതിന് തുല്യമായി മറ്റൊരു ശക്തി വേറെ എവിടെയുമില്ല. സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനും ആദ്യന്തവിഹീനനുമായിരിക്കുന്ന ആ പരമാത്മാവിനെ ദർശിക്കാൻ, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉറ്റ ബന്ധു. ആ ബന്ധുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നാം സുരക്ഷിതരായി. അത് കണ്ടെത്തുന്നത് വരെ നമ്മൾ അതിനെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ തെരയുന്ന സ്ഥലം മാറിപ്പോയി എന്ന് മാത്രം. അതുള്ള സ്ഥലത്തല്ല തെരയുന്നത്, അതില്ലാത്ത സ്ഥലത്താണ്. അതില്ലാത്തത് എവിടെയാണ്? എല്ലായിടത്തുമുണ്ട്. പക്ഷെ അതിൻ്റെ പരിണാമത്തെയാണ് നാം ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി ദർശിക്കുന്നത്. അവയിൽ ഒരിക്കലും അതിനെ അറിയാൻ കഴിയുകയില്ല. ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവെ കാൺമാൻ മുനീന്ദ്രന്മാരും സന്തതം യത്നിച്ചു കൊള്ളുന്നു. യത്നത്തെ സന്ധ്യജിക്കാതെ നീ എന്നുമെന്നും. ഇതാണ് നമ്മുടെ മഹത്തുക്കൾ ആജ്ഞാപിക്കുന്നത്. ആദിയും അന്തവും ഇല്ലാത്ത, ആദിയും അവസാനവും ഇല്ലാത്ത, അനന്തമായിരിക്കുന്ന, ആദിയും അവസാനവും ഇല്ലാത്തതിനെയാണ് അനന്തം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഉറ്റ ബന്ധു. ബന്ധു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് നാം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സുഖത്തിന് കാരണമായിരിക്കുന്നത് അതാണ്. ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവെ കാൺമാൻ മുനീന്ദ്രന്മാരും, മുനികളെല്ലാവരും തന്നെ അതിനെ കാണാൻ വേണ്ടി സന്തതം എപ്പോഴും യത്നിച്ചു കൊള്ളുന്നു. എപ്പോഴും അതിനെ കാണാൻ വേണ്ടി മുനീന്ദ്രന്മാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ യത്നത്തെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. സന്തതം യത്നിച്ചു കൊള്ളുന്നു. യത്നത്തെ സന്ധ്യജിക്കാതെ നീ എന്നും. ആ യത്നത്തെ ഉപേക്ഷിക്കാതെ എന്നും എപ്പോഴും നാം ആ ഉറ്റ ബന്ധുവിനെ കാണുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ അതിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം, നാം ദേഹമെടുത്ത് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അതിനെ അറിയാനാണ്. അതിനെ അറിയാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഈ മർത്യദേഹം. മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടേ അതിൻ്റെ മഹത്വം അറിയാൻ കഴിയൂ. അതാണ് സ്രഷ്ടാവ് ഈ ശരീരത്തെ സൃഷ്ടിച്ച് തൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ അറിയാൻ ഉപയുക്തമാം ഉള്ള സൃഷ്ടിയായല്ലോ എന്നോർത്ത് സന്തുഷ്ടനായത്. മനുഷ്യ ശരീരം സൃഷ്ടിച്ചപ്പോൾ അത്രയും സങ്കീർണമായ അത്ഭുതകരമായ വസ്തുതകൾ നിക്ഷേപിച്ചാണ് ഈ മർത്യദേഹം സൃഷ്ടിച്ചത്. ഇത് നിലനിൽക്കുന്നതും അതിൽ തന്നെയാണ്. അതിൽ നിന്നാണ് ഇതുണ്ടായത്. അതിൽ തന്നെയാണ് ലയിക്കുന്നത്. ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി, ഏതൊന്നിലെല്ലാം നിലനിൽക്കുന്നു, ഏതൊന്നിലെല്ലാം ലയിക്കും ബ്രഹ്മത്തിൽ. ആ പരബ്രഹ്മത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. അതിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിൽ തന്നെയാണ് നാം ലയിക്കുന്നത്. എന്നാൽ ആ ലയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ ആ ലയം നമുക്ക് സംഭവിക്കുന്നുള്ളൂ. നമ്മുടെ പരമമായ ലക്ഷ്യം
നാം അറിയാത്ത കാലം വരെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അതറിയുന്നത് വരെ നമ്മൾ ജനിച്ചും മരിച്ചും കൊണ്ടേയിരിക്കുന്നു. കർമ്മവാസനകൾ അവശേഷിക്കുന്ന കാലം വരെ, അതായത് സൂക്ഷ്മ ശരീരം ഉള്ള കാലം വരെ നമ്മൾ ജനിച്ചു കൊണ്ടിരിക്കുന്നു. ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്, മരിച്ചാൽ ജനനവും ഉറപ്പാണ്. ഈ ശൃംഖല തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ശരീരത്തിൽ വെച്ച്, അതായത് ഇപ്പോഴുള്ള ഈ ശരീരത്തിൽ വെച്ച് നാം കർമ്മവാസനകളെല്ലാം ക്ഷയിച്ച് ആ പരമാത്മാവിനെ അനുഭവവേദ്യമാകുമ്പോൾ പിന്നെ അടുത്ത ശരീരം എടുക്കാൻ കാരണം ഇല്ലാതെയാകുന്നു. അപ്പോൾ നമ്മൾ ആ പരബ്രഹ്മത്തിൽ നിന്നുണ്ടായി അതിൽ കുറച്ച് നിലനിന്ന് അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു. ഇതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം. ഇത് ജഗന്നിയന്താവിൻ്റെ ഒരു ലീലകളാണ്. അതിനിടയ്ക്ക് സത്യം അറിയാത്തത് കൊണ്ടാണ് നാം ഇവിടെ പരിഭ്രമിക്കുന്നതും ദുഃഖിക്കുന്നതും. ആ പരമസത്യം ബോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുക മാത്രമേ ചെയ്യൂ. നമുക്കൊന്നിനും ഭയമില്ല, ജനനമില്ല, മരണമില്ല. ആ പരമ്പൊരുളാണ് നാം ഓരോരുത്തരും. അത് ആനന്ദസ്വരൂപിയാണ്. നാം സുരക്ഷിതരാണ്, നാം അരക്ഷിതരല്ല എന്ന ബോധം നമുക്കുദയം ചെയ്യുന്നു. ജനന മരണാദികൾക്ക് അതീതമായിരിക്കുന്ന ആ പരമസത്തയാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം സ്വയം ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണമില്ല. മരണമില്ലാത്ത നമുക്ക് ജനനവുമില്ല. ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവെ കാൺമാൻ മുനീന്ദ്രന്മാരും സന്തതം യത്നിച്ചു കൊള്ളുന്നു. യത്നത്തെ സന്ധ്യജിക്കാതെ നീ എന്നും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.